ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ നമ്മുടെ ലോകം മുഴുവൻ ഒരു പന്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പന്ത് തന്നെയാണ്. അപ്പം അതിനായിട്ട് പാളയാണ് എടുത്തിരിക്കുന്നത്. തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു അടിപൊളി പന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് കുറച്ചധികം പാള വേണേ. അപ്പം നമുക്ക് വേഗം പണി തുടങ്ങിയേക്കാം. ഇതിന് നമ്മളതേ കുറച്ച് പാളകൾ ഇങ്ങനെ മുറിച്ചെടുക്കുവാണേ. അപ്പോൾ ഇതിന് അളവൊന്നും എടുക്കുന്നില്ല, ഏകദേശം തേങ്ങണ്ടേ ഈ രീതിയിലങ്ങ് മുറിച്ചെടുത്തിട്ട് പിന്നീടാണ് അളക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ കൈ നിറയെ പാള കഷ്ണങ്ങൾ ഇരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ അത് ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കണം കേട്ടോ. അതേ വളവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെയും ചുളുങ്ങി വരും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് കൊണ്ട് നന്നായിട്ട് തേച്ചെടുക്കാൻ പോവാണ് ഈ കംപ്ലീറ്റ് കഷ്ണങ്ങൾ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേലിൽ പാള കഷ്ണം വെച്ചിട്ട് പിന്നെ വീണ്ടും ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് അയൺ ചെയ്യാൻ പോകുന്നത്. അയൺ ബോക്സ് ഒക്കെ ചൂടാക്കി വെച്ചിരിക്കുവാണേ. ഒന്നും കൂടി വെച്ച് നമുക്ക് രണ്ടാമത്തെ തിരിച്ചൊക്കെ വെച്ചൊന്ന് തേച്ചേക്കാം. ഇപ്പം നമ്മുടെ പാള പീസുകളെല്ലാം അയൺ ചെയ്ത് ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുവാണ് കേട്ടോ. എല്ലാം നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പാള പീസുകൾ എടുത്തിട്ട് പെൻറ്റഗൺ, അതായത് 5 മൂലയുള്ളതും ഹെക്സഗൺ 6 മൂലയുള്ളതുമായ ഷേപ്പുകളാണ് വരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് അളവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വരക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഇപ്പം നമ്മൾ ഓരോ സൈഡും 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഹെക്സഗൺ ആണ് വരക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ സെൻറ്ററിലായിട്ട് തന്നെ ഈ പാളയുടെ സെൻറ്ററിൽ തന്നെ ഒരു 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ചു കൊടുക്കുവാണേ. ഓക്കെ, ഇനി നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ വരച്ചിരിക്കുന്ന രേഖയുടെ ഒരറ്റത്ത് നിന്ന് സെൻറ്ററിൽ ഇങ്ങനെ ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 120 ഡിഗ്രിയാണ് കേട്ടോ അളന്നെടുക്കുന്നത്. ഇനി അതും അവിടെയും 6 സെൻറ്റിമീറ്റർ വരക്കുവാണ്. ഇനി ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇങ്ങനെ 120 ഡിഗ്രി തന്നെ അളന്നെടുക്കണം കേട്ടോ. 120 ഡിഗ്രി എടുത്ത് അവിടെയും നമ്മൾ 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ അളന്നെടുക്കുവാണ്. ഇപ്പം നമ്മൾ എല്ലാ മൂലയിലും 120 ഡിഗ്രി വെച്ച് വരച്ച് വന്നപ്പോൾ നമുക്കൊരു ഹെക്സഗൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 10-20 ഹെക്സഗൺ ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാവേ. ഇപ്പം നമ്മളത് ആവശ്യത്തിന് നമ്മുടെ ഹെക്സഗൺ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെട്ടിയെടുക്കേണ്ടത് പെൻറ്റഗൺ ആണ്. അപ്പോൾ ഹെക്സഗണിന് വേണ്ടിയിട്ട് നമ്മൾ 120 ഡിഗ്രിയാണ് അളന്നെടുത്തത്. ഇനി പെൻറ്റഗൺ ആകുമ്പോൾ 108 ഡിഗ്രി വെച്ചാണ് അളക്കേണ്ടത്. അളവ് നമ്മുടെ 6 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതേ അളവ് തന്നെ വേണം. പിന്നെ ഇത് എന്തോരം വേണ്ടി വരുമെന്ന് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കറക്റ്റ് കണക്കറിയാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞുതരാം എത്ര എണ്ണം വേണ്ടി വന്നേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതായാലും പെൻറ്റഗൺ ഒട്ടിക്കാം, വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് 108 ഡിഗ്രി വെച്ച് വരച്ചിട്ട് നമുക്ക് പെൻറ്റഗൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെക്സഗണ്ണും ആയി പെൻറ്റഗണ്ണും ആയി. പെൻറ്റഗൺ കാണുമ്പോൾ ഇല്ല വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതേ കണ്ട ഇതിൻ്റെ പകുതിയുള്ളൂ. ശരിക്കും ഒരു സൈഡ് കുറവാണെന്നേ ഉള്ളൂ. കറക്റ്റ് കണ്ട കറക്റ്റ് സെൻറ്റിമീറ്റർ കറക്റ്റാണ്. 6 സെൻറ്റിമീറ്റർ അതോ നമ്മൾ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനാണെന്ന് അറിയാൻ പാടില്ല, ലാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും നമ്മൾ കുറച്ച് വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാൻ തുടങ്ങാം. ഇതൊട്ടിക്കാനായിട്ട് നമ്മൾ ദേശാറിൻ്റെ പശയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ കംപ്ലീറ്റ് എല്ലാ സൈഡിലും തേച്ച് വെച്ചിട്ട് ഇതൊന്ന് ഉണക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ SR തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചുറ്റിനും. ഇന്ന് കിളികളൊന്നും ബഹളം വയ്ക്കണില്ലല്ലോ. സാധാരണ ഈ സമയത്തൊരു കിളിനാദം കേൾക്കാം. ഇപ്പം നമ്മൾ ഏറെക്കുറെയൊക്കെ ഗ്ലൂ തേച്ച് ഉണക്കാൻ വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ആദ്യം തേച്ചത് മുതൽ ഒട്ടിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നത് കറക്റ്റ് ഓർഡറിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോളിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ 2 ഹെക്സഗൺ ആണ് എടുത്തിരിക്കുന്നത്. 2 ഹെക്സഗൺ എടുത്ത് ഇനി നമുക്കിത് തമ്മിൽ ഒട്ടിക്കാവേ. ഇത് തമ്മിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കണുണ്ടെന്നേ ഉള്ളൂ. ആദ്യത്തെ 2 ഒട്ടിക്കുമ്പോൾ നമുക്ക് അധികം നോക്കാനൊന്നും ഇല്ലല്ലോ. നന്നായിട്ടൊന്നും ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കണേ. ഓക്കെ, സെറ്റ്. ഇപ്പോഴത്തെ 2 ഹെക്സഗൺ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്ത് എടുത്തിരിക്കുന്നത് പെൻറ്റഗൺ ആണ് കേട്ടോ. പെൻറ്റഗൺ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് വെക്കുന്നത്. 2ൻ്റെയും സെൻറ്ററിൽ കറക്റ്റായിട്ട് വെക്കണം. ഇത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടു പോരില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഗ്ലൂ ആണ് നമ്മുടെ ഈ SR. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വയ്ക്കണേ. ഓക്കെ, സെറ്റായിട്ടുണ്ടേ. ഈ താഴെ ഇരിക്കുന്നതാണ് പെൻറ്റഗൺ. അപ്പോൾ ഈ പെൻറ്റഗണിൻ്റെ ചുറ്റിനും നമ്മളിപ്പോൾ ഹെക്സഗൺ ഒട്ടിക്കാൻ പോവുകയാണ്. ഞാൻ അടുത്തത് ഹെക്സഗൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിരിക്കുമേ. അപ്പോൾ ഞാൻ അടുത്തത് എടുത്ത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഹെക്സഗൺ ഉണ്ട് എൻ്റെ കയ്യിലിരിക്കണം.
നമ്മൾ ഈ ഒരു റൗണ്ടിലുള്ള ലാസ്റ്റത്തെ വെച്ച് കൊടുക്കുവാണേ. സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം പോലെ, ഒരു ബേസിൻ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഗ്യാപ്പിലും ഇല്ല, അടുത്തൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ നമുക്ക് പെൻറ്റഗൺ വെച്ച് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റണില്ല. ഇപ്പം നമ്മളത് ഗ്ലൂ തേച്ച് വെച്ചിരുന്ന പെൻറ്റഗൺ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഗ്ലൂ തേക്കാതെ വെച്ചത്. അപ്പോൾ അതും ഇതോടെ തീരുവാണ്. നമ്മൾ ഇനി ബാക്കി വെട്ടിയെടുക്കണേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെട്ടിയെടുക്കാവേ. ഇപ്പോൾ ഒരു ആകാംക്ഷ വന്നത് തീർത്ത് കാണാനായിട്ട്. കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊന്നും ഇത്രയും ആകാംക്ഷ ഇല്ലായിരുന്നു കേട്ടോ. പ്രതീക്ഷയില്ലായിരുന്നു സക്സസ് ആകുവാന്നേ. ഇപ്പം അടിപൊളി. ഇപ്പം നമ്മൾ ബാക്കിയുള്ള പോരാതെ വന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പശയൊക്കെ തേച്ച് വെച്ചിരിക്കുവാണേ. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻറ്റഗണിൻ്റെ ചുറ്റിനും ഹെക്സഗൺ വരണം കേട്ടോ. എല്ലാ പെൻറ്റഗണിൻ്റെയും ചുറ്റിനും ഹെക്സഗൺ വരണം. ആ രീതിയിലാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഹെക്സഗൺ തന്നെയാണ് കേട്ടോ. നമുക്ക് ഹെക്സഗൺ ഒട്ടിച്ച് നോക്കാം. ഹെക്സഗൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പം നമ്മൾ ഒരു ലെയർ ഹെക്സഗൺ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അടുത്തതേ പെൻറ്റഗൺ ഒട്ടിക്കുവാണേ. ഇപ്പം നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും 2 പെൻറ്റഗൺ ഒരുമിച്ച് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണേ. ഹെക്സഗൺ ഒരുമിച്ച് വരും, പക്ഷെ പെൻറ്റഗണിന് ഒരെണ്ണേ വരാൻ പാടുള്ളൂ. ഒരെണ്ണത്തിൻ്റെ ചുറ്റിനും ഹെക്സഗൺ വന്നിട്ടുണ്ടാകണം കേട്ടോ. ഇപ്പം തീരാറായി. അയ്യോ, കണ്ടിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസം കാണാൻ. ഒട്ടിച്ച് തീർക്കട്ടെ. ഞാൻ തിരിഞ്ഞു പോയത്. ഹെക്സഗൺ അല്ല, പെൻറ്റഗൺ തന്നെ വേണ്ട. നല്ലൊരു ബൗള് പോലെ ആയിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ. ഇനി നമ്മളത് ഹെക്സഗണിൻ്റെ ലാസ്റ്റ് ലെയറാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കണത്. ആകാംക്ഷ തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒട്ടിച്ചപ്പോൾ ഇത്തിരി മാറിപ്പോയത് കൊണ്ട് കണ്ടാ ഇത് പോരണില്ല കേട്ടോ. ഇതുമേന്ന് ഭയങ്കര പാടാണ് അങ്ങനെ മാറിപ്പോയാൽ. അതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം പെട്ടെന്ന് ഒട്ടിക്കാനായിട്ടെ. ധൃതി പിടിച്ച് ഒട്ടിക്കുമ്പോൾ മാറിപ്പോയാൽ പണി കിട്ടും. ഇപ്പം നമ്മൾ ഒട്ടിച്ച് വന്നപ്പോൾ ലാസ്റ്റത്തെ പെൻറ്റഗൺ ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഒട്ടിച്ചേക്കാം. പെൻറ്റഗൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കറക്റ്റ് ആ ജോയിൻറ്റിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാവേ. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാവേ. ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം നിൽക്കണം. അപ്പം ഇനി പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടുമേ. ഇപ്പം നമ്മുടെ ഫുട്ബോളിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഗെറ്റപ്പാണ്. ശരിക്കും ഇതിനിടയ്ക്ക് നമ്മളൊന്ന് എണ്ണി നോക്കിയായിരുന്നു. അപ്പോൾ പെൻറ്റഗൺ 12 എണ്ണവും ഹെക്സഗൺ 20 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല കറക്റ്റായിട്ടുള്ള ഓർഡറിൽ വയ്ക്കുമ്പോഴേക്കും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഫുട്ബോൾ കിട്ടും കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ഗ്രൗണ്ടിൽ കൊണ്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. കുട്ടികൾക്ക് ടോയ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ശരിക്കും നല്ലൊരു മോഡലായിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്ന അതാണ് മെയിനായിട്ടുള്ളൊരു സെറ്റപ്പ് എന്ന് പറയണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയിലേക്ക് ചുമ്മാ വലിച്ചെറിഞ്ഞ് കളഞ്ഞാലും നമ്മുടെ പ്രകൃതിക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ശരിക്കും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട്, അതായത് ഒരു വുഡിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് കണ്ടിട്ടാണ് നമ്മൾ പെയിൻറ്റ് അടിക്കാതിരുന്നത്. ശരിക്കും ഒരു ക്ലിയറൊക്കെയാണ് അടിക്കണമെങ്കിൽ നല്ലൊരു തിളക്കമൊക്കെ കിട്ടും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ പാള ഒരു പുലിയാണെന്ന് വീണ്ടും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വെടിച്ചിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജോമി സൈനിങ് ഔട്ട്.